ഹലോ. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ഡിസ്ചാർജായി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാഞ്ഞത്. പിന്നെ എനിക്ക് പീരിയഡ്സ് ഡേറ്റും കൂടിയായിരുന്നു. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഡിസ്ചാർജിൻ്റെ കുറച്ച് തിരക്കുകളും പിന്നെ ഇന്നാണെങ്കിൽ ഒരുപാട് നമുക്കറിയാമല്ലോ ഡിസ്ചാർജ് ആയി വരുമ്പോൾ ഉള്ള ഒരു ക്ലാഷ് അറിയാമല്ലോ. അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെയാണ് അപ്ലോഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ആദ്യം വീട്ടിൽ വന്നപ്പോൾ തന്നെ ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ 67.30 ആണ്. നമ്മൾ കഴിഞ്ഞത് 67.90 80 അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചേ കുറഞ്ഞിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഓൾറെഡി അറിയാം. ഞാൻ ജങ്ക്സാണ് കൂടുതലായിട്ട് കഴിച്ചത്. അതായത് പുറത്തുനിന്നുള്ള ഫുഡാണ് ഞാൻ കൂടുതലായിട്ടും കഴിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ രീതിയിലുള്ളൊരു വെയിറ്റ് ലോസ് നടന്നിട്ടില്ല. പക്ഷെ സാരമില്ല, നമുക്ക് തിരിച്ചു വരാം. ഞാൻ പഴയ പോലെ തന്നെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഹെൽത്തി ആയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇപ്പം ഞാൻ ജങ്ക്സ് ഒന്നും കഴിക്കാറില്ല. അപ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പീരിയഡ്സ് ഡേറ്റും കൂടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദനയും ഭയങ്കര ക്രാംസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. ഞാൻ ABC ജ്യൂസാണ് കുടിച്ചത്. അതായത് ആപ്പിൾ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ് ഒരുപാടൊന്നുമില്ല കേട്ടോ, കുറച്ചിട്ടിട്ട് അതൊരു ജ്യൂസാക്കി. അരിച്ചൊന്നുമില്ല, അരിക്കാതെ ഡയറക്റ്റാണ് കുടിച്ചത്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ബ്ലഡ് കുറവാണ്. പിന്നെ എനിക്ക് ബിൽറുബിൻ്റെ കുറവുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇത് കുടിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇച്ചിരി ലേറ്റ് ആയി കേട്ടോ. ഒരു 10 മണിയൊക്കെ ആയിട്ടാണ് ഞാൻ കുറച്ചൊരു കഴിച്ചത്. കുറച്ച് ലേറ്റ് ആയിപ്പോയെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ അതിന് മുന്നേ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നിർത്തി നേരെ ലഞ്ചിലേക്കായിരുന്നു ഞാൻ പിന്നെ പോയത്. അപ്പോൾ ലഞ്ചിന് വേണ്ടി ഞാൻ കഴിച്ചതെന്ന് വെച്ചാൽ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ കുറച്ച് വെളുത്തുള്ളി അച്ചാർ, ഒരു മീൻ വറുത്തത്, അത് ഫിലോപ്പിയ കേട്ടോ. പിന്നെ ചക്കക്കുരുവും പടവലങ്ങായും തോരൻ. ഇത്രയായിരുന്നു ഇന്ന് കറിയായിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് എടുത്ത് കഴിച്ചു. അത് ഞാനൊരു 2:30 3 മണിക്കാണ് കേട്ടോ കഴിച്ചത്. കാരണം എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അത്ര ലേറ്റ് ആവില്ല, 12:30ക്കുള്ളിൽ മാക്സിമം കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ 1 മണി, അത് കഴിഞ്ഞ് പോകരുത് കേട്ടോ. കാരണം ഒരുപാട് ലേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ വൈകുന്നേരം ഒരു ബനാന പപ്സിൻ്റെ ശകലവും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അന്നത്തെ ഫുഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പിന്നീടൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ എനിക്ക് കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെയാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഞാൻ വെള്ളം കുടിച്ചു കേട്ടോ. ധാരാളമായിട്ട് ഞാൻ വെള്ളം കുടിക്കാൻ തുടങ്ങി വീട്ടിൽ വന്നപ്പോഴത്തേന്. കാരണം വെള്ളം എത്രത്തോളം നമ്മൾ കുടിക്കുന്നോ അത്രത്തോളം നല്ലതാണ്. അത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ നടക്കാൻ ടൈമില്ല, രാത്രിയായി. ഞാൻ അതുകൊണ്ട് തന്നെ ലൈറ്റ് ഇട്ടിട്ടാണ് ഞാൻ നടക്കുന്നത്. ഒരു 8 മണി ആയപ്പോഴാണ് എനിക്ക് കുറച്ച് നേരം, അതും എനിക്ക് ഫുള്ളായിട്ട് നടക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ ഞാൻ ഒരുപാട് സ്പീഡിൽ ഭയങ്കര വിഗ്രസ്സായിട്ട് നടന്ന് ഞാൻ ഒരു തരത്തിൽ 5000 സ്റ്റെപ്സ് കവർ ചെയ്തു. പക്ഷെ അത് പോരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അല്ലെങ്കിൽ എനിക്ക് കിടന്നാൽ ഉറക്കം വരത്തില്ല. ഒന്നാമത് എനിക്ക് വയ്യ. പക്ഷെ എനിക്ക് വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ അലസമായിട്ട് ഇരിക്കുവാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എനിക്ക് കുറച്ചൊരു തിരക്കിൽ ഞാൻ പെട്ട് പോയതുകൊണ്ടാണ് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ എനിക്കത് ചെയ്യണം, എങ്കിലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു മൈൻഡ് സെറ്റായി എനിക്ക്. കാരണം അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് പിന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വൈകിട്ട് ഒരു 3/4 മണിക്കൂറേ നടന്നുള്ളൂ കേട്ടോ. ഒരു 47-50 മിനിറ്റ് എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. എത്ര മിനിറ്റാണെന്ന് ഞാൻ കാണിക്കാം, വീഡിയോയിൽ തന്നെ കാണിക്കാം. പക്ഷെ എന്നാലും എത്ര സ്റ്റെപ്സ് നടന്നെന്നുള്ളത് കാണിക്കാം. അപ്പോൾ എനിക്ക് അത്രേ നടക്കാൻ പറ്റുള്ളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് വെയിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ആഡ് ചെയ്തത്. കാരണം ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത് ഓൾറെഡി അവർ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടു. അപ്പോൾ ഈ ചോദിച്ചവർക്ക് കൂടുതൽ ഡൗട്ട്സ് വരും ഞാൻ വെയിറ്റ് ഗെയിൻ ആയെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ആദ്യം നോക്കിയത് തന്നെ എൻ്റെ വെയിറ്റ് കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷമായി. കാരണം ഞാൻ കുറച്ച് ജങ്ക്സാണ് കഴിച്ചത്. പക്ഷെ ഞാൻ കഴിക്കുമെങ്കിലും അളവ് ഭയങ്കരമായിട്ട് കുറച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഭയങ്കരം എന്ന് വെച്ചാൽ നന്നായിട്ട് തന്നെ ഞാൻ കുറച്ചിട്ടാണ് ഞാൻ കഴിച്ചത്. പിന്നീട് എനിക്കതുകൊണ്ട് തന്നെ പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ എഡിറ്റിങ് ചെയ്തതിലൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പിന്നെ വോയിസ് ഓവർ കൊടുത്തപ്പോൾ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടായിരുന്നു, വോയിസ് പ്രോപ്പർ അല്ലായിരുന്നു. എല്ലാം എനിക്കറിയാം കേട്ടോ. പക്ഷേ എങ്കിലും എല്ലാവരും ക്ഷമിച്ചു, അഡ്ജസ്റ്റ് ചെയ്തു, എന്നെ ഒന്നും പറഞ്ഞില്ല. എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ നടന്നത് കണ്ടല്ലോ, 5100 സ്റ്റെപ്സേ നടന്നിട്ടുള്ളൂ.
അതായത് ഏകദേശം ഒരു 47 മിനിറ്റും 33 സെക്കൻഡുമാണ് ഞാൻ നടന്നത്. കാരണം എനിക്ക് അത്ര നടക്കാനേ പറ്റുള്ളൂ. അപ്പം തന്നെ ഭയങ്കരമായിട്ട് ഇരുട്ടി. പിന്നെ എനിക്ക് ഇഴജന്തുക്കളെ നല്ല പേടിയാണ്. ഇവിടെ ഒന്നും ഇല്ല എങ്കിലും എൻ്റെ കഷ്ടകാലത്തിന് വല്ലതും വന്നാലോ. പിന്നെ അപ്പം തന്നെ ലേറ്റായി. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ 5000ൽ നിർത്തി. പക്ഷേ നിങ്ങൾ മാക്സിമം 10000 സ്റ്റെപ്സ് നടക്കാൻ ശ്രദ്ധിക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ രാവിലെ 5000, ഒരു വൈകുന്നേരം 5000 അങ്ങനെയൊക്കെയാണല്ലോ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അത് നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്താണെങ്കിലും തുനിഞ്ഞിറങ്ങി ഇനി ഞാൻ നനഞ്ഞേ കയറൂ എന്നുള്ളൊരു വാശി നമുക്കുണ്ടാവണം. എങ്കിലേ ഉള്ളൂ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചിറങ്ങിയിട്ടുണ്ട്. നമുക്കത് സക്സസ് ആയിട്ട് വേണം തിരിച്ച് കയറാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. നമുക്ക് നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.